പിതാവിനും പുത്രനും ഇടയിലായിട്ട് അങ്ങനെ പിറന്നു വീണ ഇരുട്ടിന്റെ പൂവ് വിരിഞ്ഞിരിക്കുന്നു. തമോ ഗർത്തങ്ങളുടെ രാജകുമാരന്റെ എഴുന്നള്ളിപ്പ് അർദ്ധരാത്രി വന്നു, നമ്മൾ അറിയാൻ വൈകിപ്പോയി, ക്ഷമിക്കൂ. അപ്പോ എമ്പുരാന്റെ ട്രെയിലർ എത്തിയാണ്ട് നമുക്കൊന്ന് കാണാം, കണ്ടു നോക്കാം, അടിപൊളിയാക്കാം. സംഭവം കണ്ട ലൈക്കാന്ന് എഴുതിയാണ് ആ സംഭവത്ത് തന്നെ പൊളിഞ്ഞ കെട്ടിടങ്ങൾ. അതായത് ഇതിന്റെ അങ്ങടും ഇങ്ങടും കാരണം ഇത്തിരി പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ. ബാക്കിയാണ് കേട്ടോ നമുക്ക്. അതെനിക്ക് തോന്നിയൊരു തോന്നലാണ് കേട്ടാ. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവർ ആരാണ് അവരാണ് എന്റെ മക്കൾ. സത്യാവസ്ഥ ആയിട്ടുള്ളൊരു ഡയലോഗാണ്. അതായത് രാഷ്ട്രീയത്തിലൊക്കെ പൊതുവെ കാണാവുന്നൊരു എന്താ പറയുന്ന ഒരു കേളി കൊട്ടിനെ എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ആ ഡയലോഗിലൂടെ. സൂപ്പർ. പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. ഗോവർദ്ധൻ നിൽക്കണോക്കെ, ഗോവർദ്ധന് നിൽപ്പുണ്ട്. അതിൽ രഹസ്യങ്ങളുടെ ചുരുളഴിയാൻ കിടക്കുന്നു. കാരണം പുള്ളിക്കാരൻ സത്യങ്ങൾ തുറന്നു പറയല്ലേ. ഏതോ ഭീഷണിയെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് വന്ന ഒരു മികച്ച റോളാണ് ലൂസിഫറിൽ ഗോവർദ്ധന്റെ. അതുപോലെ തന്നെ കത്തുന്നൊരു റോള് തന്നെ ഇതില് ഗോവർദ്ധൻ നമുക്ക് വേണ്ടി കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ. ബാക്കി കാണാം. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. എമ്പോ സൂപ്പർ അല്ലേ? ഈ രാഷ്ട്രീയത്തിന് ഇത്രയേറെ വലിച്ച് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഒരു എന്താ തീകോളത്തെ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപി സാർ. അടിപൊളി. और राजनीति एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ പൊന്നെ, എല്ലാ ഡയലോഗിനും ഒരു തീ കൊണ്ട് കുത്തുന്നൊരു പ്രഹരം കിട്ടിയ പോലെ ഉണ്ടല്ലോ. അതായത് നമ്മുടെ കണ്ണിൽ തീക്കൊള്ളി കൊണ്ട് കുത്തൂല, അതേപോലത്തെ ഡയലോഗിന്റെ ഒരു ശക്തിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കേട്ടില്ലേ? ഇപ്പൊ കേട്ട ഡയലോഗ് കേട്ടില്ലേ? ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ എവിടെയാണ് സ്റ്റീഫൻ താങ്കൾ? Ma'am, you are going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പൊന്നടവേ, ചെകുത്താന്റെ വരവ് അതങ്ങനെ തന്നെ കൊടുക്കണം. അതാണ് അതിന്റെ മാസ്. കാരണം ദൈവങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്കിട്ട് പണിയാൻ നിൽക്കുന്നവർക്കെതിരെ ചെകുത്താൻ തന്നെ അവതരിച്ചിരിക്കുകയാണ്. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. പിന്നല്ല, കഥയുടെ കെട്ട് ഇങ്ങോട്ട് പൊട്ടാനിരിക്കുന്നുള്ളൂ. തിയേറ്ററുകൾ ആകെ കത്തിച്ചാമ്പലാവാൻ പോവുകയാണ് നമ്മുടെ സ്റ്റീഫന്റെ പ്രഹരശേഷിയിൽ. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. സൂപ്പർ അല്ലേ? കാരണം വാക്കുകളില്ല, അടിപൊളി ആക്കിയേക്കാണ്. അടിപൊളി ട്രെയിലർ തന്നെ ഇത്രയേറെ നമുക്ക് കാഴ്ച വിരുന്നൊരുക്കിയപ്പോൾ സിനിമ എന്തായിരിക്കും അല്ലേ? അടിപൊളി. Zaid Masood. We have to end this war. So Stephen, come back. Save your land. സ്റ്റീഫന്റെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ട് മടക്കി കുത്തിയോണ്ട് വാടാ
ആ വരവുണ്ടല്ല, ലൂസിഫറിൽ നമ്മൾ കണ്ടതാണ്. Save God's own country. ഞാൻ വാടാ എന്ന് പറയുന്നു പ്രതീക്ഷിച്ചിട്ടാ. ഇത് മാരകമായ യുദ്ധം തന്നെ ആയിരിക്കും കേട്ടോ. മാരകമായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, ഒരു എന്താ പറയണ്ട വെട്ടിയടി എന്ന ശക്തി. യോ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അപ്പുറത്തെ ലുക്ക് വേറെ ഇല്ല. മോഹൻലാൽ ചിത്രങ്ങൾ നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. സാഗർ എലിയാസ് ജാക്കിയിലൊക്കെ കണ്ടതിനേക്കായി കിട്ടിലൻ എന്ന് പറഞ്ഞ കിട്ടിലോസ്കി. അതിനപ്പുറം വേറെ വാക്ക് കണ്ടുപിടിക്കണം. But answer this one question. Who are you really? Lucifer. സൂപ്പറായിട്ട് അടിപൊളിയായി. എൻ്റെ ട്രെയിലർ എന്തായാലും അർദ്ധരാത്രി വന്നത് നമ്മൾ അറിഞ്ഞില്ല, കാണാൻ വൈകിപ്പോലും ക്ഷമിക്കണം. കാരണം കണ്ടപ്പോൾ സന്തോഷമായിട്ട് അടിപൊളിയാണ്. ഇരുട്ടിൻ്റെ പൂവാണ് നമ്മുടെ രാജകുമാരൻ. ഈ രാജകുമാരൻ എമ്പുരാന് വിജയാശംസകൾ നേരുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ.